ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയുടെയും ഭൂമിയുടെയും വിവാഹം കഴിയുന്നുണ്ട്. ഒരു കോൺട്രാക്ട് മാരേജിലൂടെയാണല്ലോ രണ്ടുപേരും വിവാഹം കഴിക്കുന്നത്. അതിന് കുശുമ്പുമൂത്ത് അഞ്ജനയും ഭവാനിയും കൂടി ചേർന്ന് ഭൂമിയെ ഇല്ലാതാക്കാനായിട്ട് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മോളെ ഭൂമി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളെ വിളിക്കാണ്. അങ്ങനെ മുത്തശ്ശി വിളിക്കുന്ന സമയത്ത് ഭൂമി വരുന്നുണ്ട്. ദേ ഇന്നിവിടെ പൂജ നടക്കാണ്, എല്ലാ കാര്യങ്ങളും നീ നോക്കി നടത്തേക്കണം. മുത്തശ്ശിയുടെ മനസ്സിലും അവളെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു അജയുടെ ഭാര്യയായിട്ട്. ഭൂമിയെ കാണുമ്പോഴെല്ലാം തൻ്റെ അഭിരാമിയെ പോലെ എപ്പോഴും മുത്തശ്ശിക്ക് തോന്നുമായിരുന്നു. യഥാർത്ഥ അഭിരാമി അവളാണെങ്കിൽ പോലും അവർക്കറിയില്ല. എന്നാൽ ഇപ്പോൾ അജയ്ക്കറിയാം തൻ്റെ ഭാര്യയായിട്ടുള്ള ഭൂമി തൻ്റെ മുറപ്പെണ്ണാണെന്ന്. പയ്യെ 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 അവൻ്റെ മനസ്സിലെ നൈനയുടെ ഓർമ്മകൾ മാഞ്ഞു പോവായിരുന്നു. ഭൂമിയെക്കുറിച്ച് ആ മനസ്സ് നിറയെ അവളെ ഏതൊരു പുരുഷനും ഇഷ്ടപ്പെടും. ആദ്യമേ മനസ്സ് കൊടുത്തൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി, അവളെ മറക്കാൻ വയ്യ. പതിയെ അജയ് ഭൂമിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നെല്ലാം അവൻ്റെ ഫ്രണ്ടായിട്ടുള്ളവനിക്ക് മനസ്സിലാകുന്നുണ്ട്. അൽഫോൺസ ഈ കാര്യം ഭൂമിയോട് പറഞ്ഞ്, അജയ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അജയ് നല്ല സ്മാർട്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെടായിരുന്നു. അവളെ മറക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജലിയുമായിട്ടുള്ള വിവാഹത്തിന് അവൻക്ക് രക്ഷപ്പെടണം ഭൂമിയെ അവൻ വിവാഹം കഴിച്ചത്. അവൻക്ക് അവളെയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഭൂമി, നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം അവൻക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കും. നിങ്ങൾ രണ്ടുപേരും നീണ്ട ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും. ഈ ഒരു വർഷത്തെ കോൺട്രാക്ട് മാരേജിൻ്റെ പേപ്പറെല്ലാം കീറിക്കളയേണ്ടി വരും. ഭൂമി അന്നേരത്ത്, ഇല്ല, എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ കണ്ടെത്തണം. എൻ്റെ പാവം അച്ഛനെ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലഡ് ക്യാൻസറുള്ള കാര്യം പോലും ഞാൻ മറച്ചു വെച്ച് ചികിത്സയ്ക്കുള്ള പണത്തിനായിട്ട് ഞാൻ ഓടി നടന്നത്. അതിനു മുമ്പേ അവരെൻ്റെ അച്ഛനെ കൊണ്ടുപോയി. അമ്മ ദേ ജയിലിലാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അമ്മയെ എത്ര പെട്ടെന്ന് നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കാന്നേ വക്കീലുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് അവനും പറയാട്ടോ. അങ്ങനെ അന്ന് പൂജ നടക്കുന്ന സമയത്തെല്ലാം അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മോളെ ഭൂമി, നിനക്ക് ഈ കുടുംബത്തിൻ്റെ ഒരടയാളമായിട്ടുള്ള ഒരു മാല ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരാൻ വേണ്ടി പോവാണ്. സമ്മാനമല്ല, ഇവിടെ വന്ന എല്ലാവരുടെ കഴുത്തിൽ അതുണ്ടായിരുന്നു. അഞ്ജനുടെയും അനുപമയുടെയും അഭിരാമിയുടെയും കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നു. അഭിരാമി എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെങ്കിലും അവൾ തിരിച്ചു വരും. നീ അജയുടെ ഭാര്യയാണെങ്കിലും ഈ വീട്ടിലെ ഒരു അംഗമാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ വീടിൻ്റെ ഒരു അടയാളമായിട്ടുള്ള ഈ മാല ഇനി നിൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൂജിച്ച് വെച്ച ആ മാല എടുത്ത് ഇങ്ങനെ ഭൂമിയുടെ നേരെ നീട്ടുന്നുണ്ട്. ഭൂമി അത് കണ്ടതും ആ മാലയുടെ ലോക്കറ്റ് കണ്ടതും അവൾ നെട്ടിലൂടെ മുത്തശ്ശിയെയും ആ മാലയിലേക്ക് മാറി മാറി നോക്കാം. എന്താ മോളെ ഇങ്ങനെ നെട്ടി നിൽക്കുന്നത്? എന്താ മുത്തശ്ശി പറഞ്ഞത്? ഈ വീടിൻ്റെ അടയാളമാണെന്നോ ഈ മാല? അതെ, ഇത് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയാണ് ഈ ഒരു സിമ്പലുള്ള മാല. വേറെ എവിടെയും കിട്ടില്ല. ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ചിഹ്നാണ്. അതിനി മോളുടെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അജിയോട് പറയുന്നുണ്ട്. അജി, നീ ഇത് മോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. പുതിയതായിട്ട് ഭൂമിക്ക് പണി കഴിപ്പിച്ചതായിരിക്കും ആ മാല. അങ്ങനെ ഭൂമിക്ക് വിശ്വാസമാവുന്നില്ല. തൻ്റെ കഴുത്തിൽ കുഞ്ഞുനാളിലെ ഈ ഒരു മാല ഉണ്ടായിരുന്നു. താൻ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു ഈ മാല അണിഞ്ഞ് രണ്ട് പെൺകുട്ടികളും ഒരു പുരുഷനായിട്ട് സംസാരിക്കുന്നത്. അജയും അഞ്ജനയും ഞാനും കളിക്കൂട്ടുകാരായിരുന്നെന്ന്. എപ്പോഴും ഇങ്ങനെ അഞ്ജനയും അജിയും അഭിരാമിയും കളിക്കൂട്ടുകാരാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കേൾക്കാം. ആ ഒരു പ്രായത്തിലെ കുട്ടികളെയാണല്ലോ ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത്. അങ്ങനെ നെറ്റിലൂടെ ഭൂമിജ ആ ഒരു മാല അജയ് കെട്ടിക്കൊടുക്കുന്നു പോലും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവൾ മെല്ലെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ആ മാലയിലേക്ക് തന്നെ നോക്കാം. അത് എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന അതേ മാല. അത് മറ്റാരും എവിടെയും പണി കഴിപ്പിച്ചിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ഈ മാല പിന്നെ അമ്പലപ്പറമ്പിൽ വെച്ച് അമ്മ എവിടെ നിന്ന് വാങ്ങി? അതറിയണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് താഴേക്ക് വരാണ്. അല്ല മോളെ, നീ ഇതിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് ഈ സമയമായിട്ട്? എനിക്കൊന്ന് അമ്മയെ വീട്ടിൽ വരെ പോകണം. അതിന് ആ വീട് പൂട്ടിക്കിടക്കല്ലേ മോളെ? അവിടെ ആരുമില്ലല്ലോ. അതെ, ഞങ്ങളുടെ കുറേ പഴയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആകെ പൊടി പിടിച്ചു പോകും. അച്ഛൻ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരെണ്ണാണ്. ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നാ മോനെ അജയ്, നീ അവളെ ഒന്ന് കൊണ്ടുവിടും. അത് വേണ്ട, ഞാൻ സ്കൂട്ടിയിൽ പോയിക്കോളാം. സാറിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. മോളെ, നീ ഇപ്പോഴും ഇവനെ സാറെന്നാണോ വിളിക്കുന്നത്? ഇപ്പം നിൻ്റെ ഭർത്താവാണ്, ആ അധികാരത്തിൽ നീ ഏട്ടാണെന്ന് വിളിക്കുന്നത്. സോറി, അറിയാതെ ഞാൻ അങ്ങനെ വിളിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി
പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഭൂമിയുടെ ആ ടെൻഷനും പരവേശമൊക്കെ കാണുമ്പോൾ അജയ് ചിന്തിക്കുകയാണ്, ഇവളെന്താ ഇങ്ങനെ പോകുന്നത്? ഒരുപക്ഷെ ആ മാലയുടെ ലോക്കറ്റ് കണ്ടിട്ടാണോ ഇവൾക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവളാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് പോയി വീട് പൂട്ടിക്കെട്ടി കിടക്കായിരിക്കും. അങ്ങനെ വീടെല്ലാം തുറക്കുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയുടെ റൂമിലേക്ക് അവൾ പോകുന്നുണ്ട്. അവിടെ ഒരു പഴയ അലമാര ഉണ്ടാവും. അവളത് ഓപ്പണാക്കി നോക്കാണ്. അന്നേരത്ത് ഒരു പെട്ടിക്കുള്ളിൽ ഒരു ഉടുപ്പും ഈ മാലയും കാണാണ്. അന്ന് അച്ഛൻ തൻ്റെ കഴുത്തിൽ നിന്ന് അത് ഊരി വാങ്ങിയിരുന്ന കാര്യവും അന്നേരത്ത് ഇങ്ങനെ ഭൂമിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഭൂമി പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. ഭൂമി അവിടെ എല്ലാം തിരച്ച് നടത്തുമ്പോഴാണ് ഒരു ബോക്സിനുള്ളിലായിട്ട് ഒരു കവർ കാണുന്നത്. അച്ഛൻ എവിടേക്കോ പോസ്റ്റ് ചെയ്യാൻ വെച്ച പോലെ, എന്നാൽ സ്വയം അഡ്രസ്സാണല്ലോ ഈ കത്തിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്നത് എന്നെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അതെടുത്ത് വായിക്കാണ്. അന്നേരത്ത്, മോളെ ഭൂമി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എപ്പോഴും ചോദിക്കില്ലേ ഈ കാറും ഞാനും അച്ഛനും തമ്മിൽ എന്താ ബന്ധമെന്ന്? അതെ, ഒരു ബന്ധമുണ്ട് മോളെ. നീ ഞങ്ങളുടെ മകളല്ല, അച്യുതനും അംബികക്കും ജനിച്ച മകളല്ല. പക്ഷേ നിന്നെ നെഞ്ചിലേറ്റി സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞങ്ങൾ ഇതുവരെ വളർത്തിയത്. നീ ഞങ്ങളെ വിട്ടു പോകുന്നതും നീ ഞങ്ങളെ അച്ഛ എന്ന് വിളിക്കാതിരിക്കുന്നൊക്കെ ഓർക്കാനും കൂടെ വയ്യ. അത്രയും ചങ്ക് പൊട്ടിയ ഈ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. നിന്റെ യഥാർത്ഥ അവകാശി വന്നോ എന്നൊരു തോന്നൽ. നിന്നെ അവർ കൊല്ലും. നിന്നെ അവർ കയ്യിൽപ്പെട്ടാൽ. ഭവാനി മേഡമാ നിന്നെ ചെറുപ്പത്തിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അന്ന് നിന്നെയും കൊണ്ട് നാട് വിട്ടതാ ഞങ്ങൾ. ഒരിക്കലും നീ ഞങ്ങളുടെ മകളില്ലെന്ന് പറയാൻ എനിക്കാവില്ല. നിന്റെ കുടുംബം സൗഭാഗ്യപുരത്താണ്. നീ ഇടയ്ക്കെല്ലാം സ്വപ്നം കാണുന്നു പറയില്ലേ, അതാ നിന്റെ യഥാർത്ഥ കുടുംബം. അതാണ് നിന്റെ യഥാർത്ഥ ജീവിതം. സൗഭാഗ്യപുരത്തുള്ളവർ നിന്റെ കുടുംബക്കാരാ. അവിടെ സത്യദാസ് എന്ന സാറില്ലേ, അയാളുടെ മകളാ. കുഞ്ഞുനാളിലെ അഭിരാമി എന്ന മകളെയും ഭാര്യയെയും കാണാതെ ഒരു പോസ്റ്റർ നീ എല്ലായിടത്തും കൊണ്ടു നടന്ന് ഒട്ടിച്ചില്ലേ? അതിലെ മകൾ നീ തന്നെയാണെന്ന് നീ അറിയുന്നില്ലല്ലോ. പക്ഷേ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അച്ഛൻ്റെ പൊന്നുമോളെ സൗഭാഗ്യപുരത്തെ സത്യസാറിൻ്റെ മകളാണെന്ന കാര്യം. വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്കാവുന്നില്ല മോളെ നിന്നെ. പക്ഷേ ഒരു പുറത്ത് നിന്നെ കൊല്ലാനായിട്ട് ഭവാനി ആളുകളെ പറഞ്ഞയക്കുന്നുണ്ട്. എല്ലാം ഓർത്തിട്ട് എൻ്റെ ചങ്ക് പെടയാ. അന്ന് നിന്നെ കൊല്ലാനാ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. പക്ഷേ എൻ്റെ മോളെ കൊല്ലാനുള്ള കരുത്തൊന്നും എനിക്കില്ല. സ്വന്തം മോളെ പോലെ ഞാൻ വളർത്തിയത്. അതെല്ലാം കണ്ട് അതിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ചങ്ക് പൊട്ടി ഭൂമി ആ പേപ്പറും പൊത്തിപ്പിടിച്ച് കരയാട്ടാ. അപ്പോഴും അവളുടെ ഉള്ളിൽ അച്യുതൻ എന്ന അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് മനസ്സിലാവണം തൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും സത്യദാസ് സാറ് എന്ന താൻ അച്ഛനെ പോലെ കരുതിയ ആ മനുഷ്യനും അയാളുടെ ഭാര്യയുമാണെന്ന കാര്യം. ഇവർ എൻ്റെ വളർത്തു മക്കൾ അച്ഛനും അമ്മയുമാണെന്നത് ഭൂമിക്ക് മനസ്സിലാവാട്ടോ. അവൾ സ്കൂട്ടി എടുത്ത് പെട്ടെന്ന് തന്നെ സത്യദാസ് താമസിക്കുന്ന ആ ആ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. അജയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഭൂമിയോട് വല്ലാതെ ദേഷ്യമാണ്. ഭൂമിയെ അവിടെ കണ്ടതും അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അവൾ ഒന്നുമില്ല എന്ന് തലയാട്ട് ആ വീടെല്ലാം കയറി കാണുന്നുണ്ട്. സുമിത്രയുടെ ഫോട്ടോക്കരികിലേക്ക് അവൾ വരുന്നുണ്ട്. എൻ്റെ അമ്മ എവിടെയാണെന്ന് അറിയില്ല അമ്മേ എന്നവൾ മനസ്സുകൊണ്ട് മന്ത്രിക്കാണ്. അന്നേരത്ത് സത്യദാസ് അവിടേക്ക് ദേഷ്യപ്പെടാ, നീ ആരോട് ചോദിച്ചാ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ നിന്നെ എനിക്ക് കണ്ടുകൂടെന്ന്. നീ ഒരു കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കിയവളാണ്. അതുകൊണ്ട് നീ ഇനി ഇങ്ങോട്ട് വരേണ്ട. അങ്ങനെ പറയുമ്പോൾ സ്വന്തം അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും താൻ ഇനി എന്ത് പറഞ്ഞാലും ഇയാൾ വിശ്വസിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഭൂമി സങ്കടത്തോടെ കണ്ണു നിറഞ്ഞവിടുന്ന് ഇറങ്ങിപ്പോവാണ്. എന്തിനവൾ ഇങ്ങോട്ട് വന്നെന്നും കരഞ്ഞുകൊണ്ട് പോയത് കാര്യവും സത്യദാസിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും അവൾ അജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഭൂമി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അജയ് ചോദിക്കും, എന്ത് പറ്റി ഭൂമി, നിനക്ക് എന്താ ഇത്രത്? അത് പിന്നെ സാറേ പേഴ്സണലായിട്ട് പറയാനുള്ളതാ, വീട്ടിൽ പോയിട്ട് പറയാം എന്ന് പറയാണ്. രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം അപ്പോഴൊക്കെ അജയ്ക്ക് അറിയാം ഇത് തൻ്റെ അമ്മാവൻ്റെ മകളാണ്, തൻ്റെ മുറപ്പെണ്ണാണെന്നൊക്കെ അറിയാട്ടോ. ആ സമയം കരച്ചിലോടെ അവൾ ആ കത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാല കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ വീട്ടിലേക്കൊന്ന് പോയതാ. അവിടെ വെച്ച് ഈ മാലയും കുഞ്ഞുടുപ്പും കണ്ടു. എനിക്കറിയാം നീ എൻ്റെ അമ്മാവൻ്റെ മകളാണെന്ന്, എൻ്റെ മുറപ്പെണ്ണാണ് അഭിരാമി എന്ന്. പക്ഷേ ഇപ്പം ഞാനത് വെളിപ്പെടുത്തിയാൽ നിന്നെ അവരെല്ലാവരും കൂടെ ഇല്ലാതാക്കും. അവർക്ക് സത്യമറിയാം ഭവാനിയെ ചിറ്റയാണ് എന്നെ അവിടെ കൊണ്ടുപോയത് എന്നവൾ പറയുന്നുണ്ട്. എന്നെ കൊല്ലാനായിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതും ഭവാനി മേടാണെന്നൊക്കെ അച്ഛൻ എഴുതിയ കത്ത് വായിച്ചതും അജയാകെ നെട്ടിത്തരിച്ച് നിൽക്കാണ്. അപ്പോൾ എല്ലാത്തിനും പിന്നിൽ ഈ കുടുംബത്തിലെ ആൾ തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അധികം വൈകാതെ ഭവാനിയെയും അഞ്ജനെയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത് കാണാം. പക്ഷെ സത്യദാസ്
ഈ ഭൂമിയാണ് തൻ്റെ മകളെന്ന് വിശ്വസിക്കാനൊന്നും ആദ്യമേ കൂട്ടാക്കുന്നില്ല കേട്ടോ. പിന്നീടാണ് അയാൾക്കെല്ലാം ബോധ്യമാവുക.